ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? ഇന്ന് ഞാൻ ഗാർഡനിൽ ഇറങ്ങിയേക്കുന്നത് മനസ്സിലൊരു പ്രത്യേക പണി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ അരേക്ക പാമ്പുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് കുറേ നാളായി. പക്ഷെ ഇതുവരെ റീപ്പോർട്ടിങ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മണ്ണിലേക്ക് നടാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഞാൻ നടാൻ പോയ സമയത്ത് അതിൽ കൂടെ വെള്ളം പോകാനുള്ളതാണ്, അവിടെ നട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പീനിയൻസ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ്. ഇതുപോലത്തെ അരേക്ക പാം ആക്ച്വലി ഇൻഡോർ ആയിട്ട് വെക്കാൻ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഞാൻ 7 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് പോട്ടിലിരിക്കുന്നത്, ബാക്കിയെല്ലാം ഇതേപോലെ കവറിലാണ് ഇരിക്കുന്നത്. ഇതുവരെ ഒന്നും മാറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ആ കല്യാണത്തിൻ്റെ ആ സമയവും പെണ്ണ് കാണൽ അടുപ്പിച്ചൊക്കെയാണ് ഇത് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ബിസി ഡേയ്സ് ആയതുകൊണ്ട് ഇതുമ്പോൾ തൊടാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ഇലകൾ മഞ്ഞയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചപ്പും കരിയിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കാൻ ഓർത്തു. പിന്നെ എന്തായാലും നട്ടും കൊടുക്കണം ഉടനെ. ചില പ്ലാന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നേരം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ സെറ്റാക്കി കൊടുക്കണമെന്ന്. പക്ഷേ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നു പോകും, നമുക്ക് കൈ വെക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്തായാലും ഉടനെ തീരുമാനമാക്കണം. പിന്നെ നമ്മുടെ തക്കാളി കാര്യമായിട്ട് പൂവിടുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, പഴുക്കുന്നുണ്ട്. ഒരുപാട് വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ കുറച്ച് നേരം അങ്ങ് തേരാപ്പാരൊക്കെ നടന്നു. നമ്മുടെ 2 വാഴ കുലച്ചിട്ടുണ്ട്. പിന്നെ നിറയെ പപ്പായയും മാങ്ങയൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടായ സാധനങ്ങൾ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആണല്ലേ. അല്ലെങ്കിലും ഈ നാടൻ ഐറ്റംസ് ഒക്കെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.